പതിവുള്ള നേരം കഴിഞ്ഞിട്ടും പ്രതീക്ഷിച്ചിരുന്ന ആളിനെ മാത്രം കാണാൻ കഴിയാത്തതിൻ്റെ നിരാശ അയാളുടെ നെറ്റിയിൽ കൂടുതൽ ചുളിവുകൾ വീഴ്ത്തി. ഇരുള് വീഴും മുൻപേ കൂടണയാനായി വെമ്പലോടെ ചിറകിട്ടടിച്ചുയരുന്ന വെള്ളക്കുറ്റികൾ. മുന്നിലെ വെളുത്ത പഞ്ചാരമണലിൽ അപ്പോഴേക്കും കൊച്ചുകുട്ടികൾ തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ മടിച്ചതുപോലെ കളികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രണയിതാക്കൾ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മുട്ടിയൊരുമി നടന്നു പോകുന്നു. ദിവസവും അങ്ങനെ എന്തെല്ലാം കാഴ്ചകൾ. ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു കൃഷ്ണദാസ്. റിട്ടയർഡായിട്ട് 13 വർഷം കഴിഞ്ഞു. ഭാര്യയും 2 പെൺമക്കളും അടങ്ങിയ ഒരു കൊച്ചു കുടുംബത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയവെയാണ് ഒരു നാൾ ഭാര്യ ശ്രീദേവി രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞു വീണത്. ഹോസ്പിറ്റലിൽ നിന്ന് തീർത്തും അവശയായി തിരികെ വരുമ്പോൾ ഇനിയൊരു ചികിത്സയ്ക്കും വേണ്ടി അവൾക്ക് കാത്തു നിൽക്കാൻ വിധിയില്ലാത്തവണ്ണം നിസ്സഹായയായ അവസ്ഥയിലായിരുന്നു. ബ്ലഡ് ക്യാൻസർ അപ്പോഴേക്കും ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. പെൺമക്കൾ 2 പേരും വിവാഹിതരായി ഫാമിലിയോടൊപ്പം മറുനാടുകളിലാണ്. 2 പേർക്കും ജോലിയുണ്ട്. അതുകൊണ്ട് ഓടിപ്പാഞ്ഞു വരാനോ കൂടെ നിന്ന് ശുശ്രൂഷിക്കാനോ ഒന്നിനും നേരമില്ല. എല്ലാത്തിനും അയാൾ ഒപ്പം നിന്നു. ഒടുവിൽ ഒരു ഉറക്കത്തിൽ നിന്ന് ഒരിക്കലും ഉണരാൻ കഴിയാത്ത വിധം അവൾ അയാളെ വിട്ടു എന്നേക്കുമായി പോയതോടെ തീർത്തു ഒറ്റപ്പെട്ടതും അയാൾ മാത്രമായിരുന്നു. ജീവിത സായാഹ്നത്തിൽ ഒരു താങ്ങായി, തണലായി, ശബ്ദവും വെളിച്ചവുമായി ഒപ്പം ഉണ്ടാകേണ്ടവളുടെ വിയോഗം അയാളെ വല്ലാതെ തളർത്തി. അച്ഛൻ തങ്ങളുടെ ഒപ്പം വന്ന് നിൽക്കാൻ മക്കളാവുന്നതും പരിശ്രമിച്ചു. പക്ഷേ ഭാര്യ ഉറങ്ങുന്ന തൻ്റെ ഇത്തിരിയുള്ള മണ്ണും പുരയിടവും ഉപേക്ഷിച്ചു പോകാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. പങ്കാളികളിൽ ഒരാൾ വിട്ടുപോകുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് തീർച്ചയായും പുരുഷനെ തന്നെയാണെന്നതിൽ തർക്കമില്ല. പുരുഷനിരിക്കെ സ്ത്രീ മരണപ്പെട്ടു പോകുമ്പോഴുള്ള ഒറ്റപ്പെടൽ ഹൃദയഭേദകമാണ്. എന്തിനും ഏതിനും അവളുണ്ടല്ലോ എന്നൊരു ധൈര്യവും ആശ്വാസവും എത്ര വലുതാണെന്നോ. ആ ഒരാളില്ലാതാകുമ്പോഴുണ്ടാകുന്ന ശൂന്യത മരണത്തിനേക്കാൾ ഭയാനകമാണ്. ഉറക്കത്തിലെപ്പോഴും ഒരു കൈയൊഴിഞ്ഞ ഇടങ്ങളിൽ അറിയാതെ പരതിപ്പോകും. ആ ശൂന്യത ഒടുവിൽ തിരിച്ചറിയുമ്പോൾ നിരാശയുടെ പടുകുഴിയിലേക്ക് താണുപോകും. ഒന്നിനെക്കുറിച്ചും ഒരു പരാതിയുമില്ലാത്ത, സ്നേഹിക്കാൻ മാത്രമറിയുന്ന ഭാര്യയുടെ ചിന്തകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് എന്നും 2 കിലോമീറ്റർ അകലെയുള്ള കടപ്പുറത്തെ തെളിച്ചത്തിലേക്ക്, അതിൻ്റെ ബഹളങ്ങളിലേക്ക് അലിഞ്ഞു ചേരാൻ അയാൾ വന്നിരുന്നത്. അവിടെ എവിടെയെങ്കിലും ഒരൊഴിഞ്ഞ കോണിലിരുന്നു കൊണ്ട് മുന്നിലെ കാഴ്ചകളിൽ മാത്രം മനസ്സ് കുരുത്തുവെക്കും. ഏതൊക്കെ തരത്തിലുള്ളവരാണ് ദിനവും അവിടെ എത്തുന്നത്? കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ. കടൽക്കാറ്റിനെ പ്രണയിക്കുന്നവരാണ്. വിവാഹം കഴിഞ്ഞ യുവമിഥുനങ്ങൾ കൈ കോർത്തു പിടിച്ചുകൊണ്ട് തിരമാലകളിലേക്ക് ഇറങ്ങി നിന്ന് പ്രണയത്തോടെ ചിരിച്ചു മറിയുന്നത് കാണാം. താൻ എപ്പോഴെങ്കിലും അവളെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടോ? അയാളുടെ ഓർമ്മയിൽ അങ്ങനെ ഒരിക്കൽ പോലും സംഭവിച്ചിരുന്നില്ല. അന്നൊക്കെ സ്കൂളിൽ നിന്ന് വന്നാൽ പത്രം വായന, TV കാണൽ, അങ്ങനെയൊക്കെയായി സമയം കളഞ്ഞു. ഇടയ്ക്ക് വല്ലപ്പോഴും അവളോടൊപ്പം ക്ഷേത്ര ദർശനവും. ഇന്ന് അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒപ്പം ഒരുത്തി സന്തോഷിക്കാമായിരുന്നു. മാഷ് വന്നിട്ട് ഒത്തിരി നേരമായോ? ഞാനിന്ന് ഇത്തിരി വൈകിപ്പോയി. പരിചിതമായ സ്വരം കേട്ട് കൃഷ്ണദാസ് നിവർന്നിരുന്നു. ആളെത്തിയല്ലോ. പതിവ് പരിചയക്കാരെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വല്ലാത്തൊരു ആധിയാണ്. പോരെങ്കിൽ പ്രായമായവരും. തന്നെപ്പോലെ തന്നെ ജീവിതത്തിലെ പകുതിയിലേറെ പ്രായവും കടന്നുപോയവർ. ഭർത്താവ് മരിച്ചതോടെ വീട്ടിലും ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീ. പലവട്ടം ഒരേ ഇരിപ്പിടത്തിൽ ഒറ്റയ്ക്ക് കടലിൻ്റെ അഗാധതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന അവരോട് എപ്പോഴാണ് ഒരു സുഹൃത്ത് ബന്ധം ഉടലെടുത്തതെന്ന് ഓർമ്മയില്ല. 2 ആൺമക്കളാണ് അവർക്ക്. വിവാഹം കഴിഞ്ഞ് 2 പേരും കുടുംബവുമായി പലയിടങ്ങളിലും. അമ്മയെ മാറി മാറി 2 വീടുകളിലും നിർത്തി. ആദ്യമൊക്കെ അവർ കടമ നിർവഹിച്ചു. പിന്നെ അമ്മ ഒരു ബാധ്യതയായി മാറി. അമ്മയുള്ളതുകൊണ്ട് എങ്ങോട്ടും പോയി നിൽക്കാൻ കഴിയുന്നില്ല. എപ്പോഴും അമ്മയെ നോക്കിയിരിക്കാൻ സമയം കിട്ടുന്നില്ല എന്നിങ്ങനെ 100 കൂട്ടം ആവലാതികൾ അമ്മയെ കേൾക്കുകയും അല്ലാതെയും നിരത്തി തുടങ്ങി. തനിക്ക് വേണ്ടി മക്കൾ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൂടാ. അവർക്ക് അവരുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ ഇനിയും ഒരുപാട് സമയങ്ങളുണ്ട്. പക്ഷേ ജീവിത സായാഹ്നത്തിലെത്തി നിൽക്കുന്ന താൻ അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ എന്നൊരു വിചാരത്തിൽ അവർ തിരികെ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. ഇന്ന് സുജാത എന്ന 70കാരി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഒറ്റപ്പെടലിൻ്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ കടലിൻ്റെ ആരവങ്ങൾക്കിടയിൽ ഒരല്പനേരം ചേക്കേറാനെത്തുന്നത്. കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ കൃഷ്ണദാസുമായി അവർ പരിചയത്തിലായിട്ട്. അതിനുശേഷം തൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പോലും പങ്കുവെക്കാൻ ഒരാളുള്ളതിൻ്റെ സന്തോഷം
അവരുടെ മുഖത്ത് തെളിഞ്ഞു കാണാം. തനിക്ക് നേരെ മറിച്ചല്ലല്ലോ അനുഭവം. എന്നും പരസ്പരം പങ്കുവയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കാണും രണ്ടുപേർക്കും. സുജാത ഇപ്പോൾ വെറും കൈയോടെ വരാറില്ല. സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും പലഹാരങ്ങൾ അയാൾക്കായി കയ്യിൽ കരുതും. അതും കഴിച്ചുകൊണ്ടിരിക്കും. തിരമാലകളിൽ ഉലയുന്ന ചെറുബാല്യങ്ങളെ കണ്ടു മനം കുളിർത്തിരിക്കുന്നത്. ഇന്ന് പക്ഷേ സുജാത എന്നും വരാറുള്ള സമയം കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിമിഷ്ടം തോന്നിയത് സത്യം തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനം നേടിയിരിക്കുന്നത് സുജാത എന്ന സ്ത്രീ തന്നെയാണ്. എത്ര മര്യാദയോടുള്ള പെരുമാറ്റമാണ് അവരുടേത്. ഒരിക്കലും മക്കളെക്കുറിച്ച് ഒരു കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. തൻ്റെ പെൺമക്കളുടെ കാര്യങ്ങൾ എപ്പോഴും ചോദിക്കും. അവരുടെ സന്തോഷം നമ്മുടെ വാർദ്ധക്യത്തിൻ്റെ പേരിൽ നഷ്ടമാക്കി കളയരുതെന്ന് എപ്പോഴും ഉപദേശിക്കും. ഒരു പോസിറ്റീവ് എനർജിയാണ് അവരോടൊപ്പം ചിലവഴിക്കുമ്പോൾ കിട്ടാറുള്ളത്. പലപ്പോഴും എൻ്റെ ശ്രീദേവി കൂടെയുള്ളതുപോലെ ഒരു തോന്നലാണ്. ആഹാ, മാഷ് വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞുവോ? ഹേയ്, ഞാനും പോകാനുള്ള ആലോചനയിലായിരുന്നു. തന്നെ കാണാഞ്ഞപ്പോൾ ഇനി വരില്ലെന്ന് കരുതി അവർ കയ്യിലിരുന്ന ടിഫിൻ അയാൾക്ക് നേരെ നീട്ടി. ഒന്ന് തുറന്നു നോക്കിക്കേ, അതിലെന്താണെന്ന്. ആകാംക്ഷയോടെ അയാളത് തുറന്നു നോക്കി. ആഹാ, തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെയാണല്ലോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അവല് വിളയിച്ചത്. പാത്രം മുഖത്തേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് അതിൻ്റെ ഗന്ധം അയാൾ നന്നായി ആസ്വദിച്ചു. ശ്രീദേവി ഉള്ളപ്പോൾ ഒഴിയാതെ ഒരു വലിയ ഡിഷിൽ എപ്പോഴും ഉണ്ടാവും ഇത്. ഇപ്പോൾ ആ രുചിയും ഓർമ്മകളും തനിക്ക് സുജാത മടക്കിത്തരുന്നു. ഇഷ്ടായോ മാഷേ? നന്നായിട്ടുണ്ടോ? അവർ ആകാംക്ഷയോടെ നോക്കി. അയാൾ തലകുലുക്കി. ഉഗ്രൻ എന്നൊരു മുദ്ര കൈവിരലുകൾ കൊണ്ട് കാട്ടിയിട്ട് കഴിപ്പ് തുടർന്നു. ഷുഗർ ഇതുവരെ ശല്യം ചെയ്യാത്തത് നന്നായി. എങ്കിലും ഒരു മുൻകരുതൽ പോലെ കുറേ നാളുകളായിട്ട് മധുരം ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം വെച്ചിരുന്നു. പിന്നെ പറയൂ, ഇന്നെന്താണ് പുതിയ വിശേഷം? സുജാതയുടെ മുഖം പെട്ടെന്നാണ് ഇരുണ്ടത്. ഒന്നും മിണ്ടാതെ അവർ ഒരിക്കലും അവസാനിക്കാത്ത കടലിൻ്റെ അനന്തതയിലേക്ക് ഉറ്റുനോക്കി. പിന്നെ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു തുടങ്ങി. ഇനി ഇതുപോലെ തമ്മിൽ കാണാനോ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനോ ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല മാഷേ. അയാളൊന്ന് ഞെട്ടി. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കരുതിയത് ആർക്കും ഒരു ഭാരമാവില്ലെന്നാണ്, ആകരുതെന്നാണ്. പക്ഷേ ഒന്നും മനുഷ്യൻ വിചാരിക്കും പോലെ നടക്കില്ലല്ലോ. ഞാൻ ഇനി ഇങ്ങോട്ട് വരുമോ എന്ന് പോലും തീർച്ചയില്ല. ഒന്ന് നിർത്തിയിട്ട് അവർ ഒരു ദീർഘനിശ്വാസം എടുത്തു. പിന്നെ തുടർന്നു. മക്കൾക്ക് ഞാൻ താമസിക്കുന്ന കുടുംബം വിൽക്കണം പോലും. പ്രായമായ അമ്മ തനിച്ച് എത്ര നാളുകൾ കഴിയും ഇവിടെ ഒറ്റയ്ക്കാണ് എന്നവർക്കൊരു വീണ്ടു വിചാരം. അതുകൊണ്ട് വീട് വിൽക്കാൻ പോകുന്നു മാഷേ. വിറ്റിട്ട് അമ്മയാരും കൂടെ കൊണ്ടുപോകാനൊന്നുമല്ല. ആരുമില്ലാത്ത അമ്മമാരെ ഏൽപ്പിക്കുന്ന വൃദ്ധസദനം ഉണ്ടല്ലോ, ഇപ്പോൾ മുക്കിന് അവിടെ എവിടെയെങ്കിലും അമ്മയെ സുരക്ഷിതമായി ഏൽപ്പിച്ച് മടങ്ങി സ്വസ്ഥരാകണം അവർക്ക്. ഒരു വലിയ തുക മാസാമാസം അവിടെ അമ്മയെ നോക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ അവരുടെ കടമയും കഴിയും. ഇനി അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അവരുടെ ശബ്ദം വല്ലാതെ ഉടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. കേട്ടത് വിശ്വസിക്കാനാവാതെ വലിയൊരു ഷോക്കിലായിരുന്നു മാഷും. എന്തൊരു ദുര്യോഗമാണ്. പ്രായമാകുന്നത് ആരുടെ കുറ്റം കൊണ്ടാണ്? ഇതേ മക്കളും നാളെ പ്രായമാകില്ലെന്നുണ്ടോ? സുജാത സാരിത്തലപ്പിൽ മുഖം തുടച്ചു. പിന്നെ മെല്ലെ എഴുന്നേറ്റു. ഇന്ന് ഞാൻ വരാൻ വൈകിയതുകൊണ്ട് നേരവും വല്ലാതെ ഇരുട്ടി. ഇനി പോകുന്നത് വരെ കാണാം. പറ്റുന്ന ദിവസം ഇവിടെ വരാം. അവർ അതും പറഞ്ഞ് നടക്കാൻ തുടങ്ങി. ഒപ്പം അയാളും. സായാഹ്ന സൂര്യൻ്റെ ചെങ്കിരണങ്ങൾ അവരുടെ മുഖങ്ങളെയും ചുവപ്പിച്ചുകൊണ്ടിരുന്നു. തണുത്ത കടൽക്കാറ്റേറ്റു വിറയ്ക്കുന്നത് പോലെ തോന്നിയ അവർ സാരിയുടെ മുന്താണി ചുമരിലേക്ക് ചുറ്റിപ്പുതച്ചു. സുജാതയ്ക്ക് അവരുടെ വീട്ടിലേക്ക് നടക്കാൻ കുറച്ചു ദൂരമേ ഉള്ളൂ. പതിവിലും വിപരീതമായി അതുവരെ ഒന്നും മിണ്ടാതെയാണ് അവർ നടന്നത്. പക്ഷേ ഹൃദയം കൊണ്ട് ഒരുപാട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. വീട്ടിലേക്കുള്ള വഴിതിരിയവേ ഒരു യാത്ര പറച്ചിൽ പോലെ അവർ അയാളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. പിന്നെ നിശബ്ദമായ ചുവടുകളോടെ നടന്നുപോയി. 5 മിനിറ്റ് അവിടെ തറഞ്ഞു നിന്ന ശേഷം അയാളും മുന്നോട്ട് നടന്നു. എന്തൊക്കെയോ തീരുമാനങ്ങൾ അപ്പോഴേക്കും ആ നെഞ്ചിനുള്ളിൽ ശക്തി പ്രാപിച്ചിരുന്നു. നാളെ സുജാത വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാനുണ്ട്. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ്. അവരുടെ സന്തോഷം നിറയുന്ന മുഖം അയാൾ മനസ്സിൽ കണ്ടു. അതിൻ്റെ ഓർമ്മയിൽ അയാളുടെ മുഖത്തും ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അതെ, നാളത്തെ സായാഹ്നം തനിക്കുള്ളതാണ്. പെട്ടെന്ന് അയാൾ തിരുത്തി. അല്ലല്ല, ഞങ്ങളുടേതാണ്. വഴിവിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങിയിരുന്നു. ഇന്നൊരുപാട് വൈകിയിരിക്കുന്നു. അയാൾ വീട്ടിലേക്ക് ആഞ്ഞു വലിച്ചു നടന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ,
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.